നമസ്കാരം. ഇന്ന് നമ്മൾ ബഡ്ജറ്റ് മാനുവലിലെ ബാക്കി ഭാഗങ്ങളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു നിന്നിടത്ത് സെവൻത് ചാപ്റ്ററിൽ ഇനി പറയാനുള്ളത് ചെലവ് നിയന്ത്രണമാണ്, അഥവാ എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റിൽ, ബഡ്ജറ്റ് നടപ്പിലാക്കലിൽ ചെലവ് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം. ദാറ്റ് മീൻസ് കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ബഡ്ജറ്റ് നടപ്പിലാക്കൽ 4 ഘട്ടങ്ങളിലായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് മൂന്നാമത്തതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അഥവാ അത് ബഡ്ജറ്റ് നടപ്പിലാക്കൽ എന്ന് പറയുന്നു. അത് പൂർണ്ണമായിട്ടും ഒരു എക്സിക്യൂട്ടീവ് ചുമതലയാണ്. ബഡ്ജറ്റ് നടപ്പിലാക്കൽ ശരിക്കും എക്സിക്യൂട്ടീവ് ചുമതലയാണ്. ഇനി ധനാഭ്യർത്ഥനയും അപ്രോപ്രിയേഷൻ ബില്ലും പാസ്സായി കഴിയുമ്പോൾ വിവിധ കൺട്രോളിംഗ് ഓഫീസർമാർ അല്ലെ ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്കിടയിൽ ഗ്രാന്റ് വിതരണം ചെയ്യുന്ന നടപടി ആരംഭിക്കും. ഇപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു വന്നത്. അതിൽ ധനാഭ്യർത്ഥന പറഞ്ഞു, അപ്രോപ്രിയേഷൻ ബില്ല് പറഞ്ഞു. അതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്കിടയിൽ ഗ്രാന്റ് വിതരണം ചെയ്യുന്ന നടപടി ആരംഭിക്കും. ബജറ്റ് പാസ്സായാലുടൻ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ സബ് കൺട്രോളിംഗ് ഓഫീസർമാർക്കിടയിലും സബ് കൺട്രോളിംഗ് ഓഫീസർമാർ ഡിസ്ബേഴ്സിംഗ് ഓഫീസറുടെ ഇടയിലും ഈ അപ്രോപ്രിയേഷൻ സംഖ്യ, അതായത് ബജറ്റ് അലോട്ടഡ് ഫിഗേഴ്സ് വിതരണം ചെയ്യേണ്ടതാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഒരു ഗ്രാന്റ് എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും മേജർ അക്കൗണ്ട് ഹെഡ് അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല. പലപ്പോഴും ഇത് ഒന്നിൽ കൂടുതൽ ഹെഡ് ഓഫ് അക്കൗണ്ടിലും വന്നു എന്ന് വരാം. 1974-75 ആരംഭിച്ച പഞ്ചതല, അതായത് 5 തരം ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ സമ്പ്രദായത്തിന് കീഴിൽ ഡീറ്റെയിൽഡ് ഹെഡ് ഉള്ളിടത്തെല്ലാം അതും, അല്ലാത്തിടത്ത് സബ് അല്ലെങ്കിൽ മൈനർ ഹെഡുമാണ് അപ്രോപ്രിയേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡീറ്റെയിൽ ഹെഡ് ഉള്ളിടത്തെല്ലാം അപ്രോപ്രിയേഷന്റെ യൂണിറ്റ് ഡീറ്റെയിൽ ഹെഡ് ആയിരിക്കും. അതില്ല എങ്കിൽ സബ് അല്ലെങ്കിൽ മൈനർ ഹെഡ് ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചറിൽ അഥവാ ചെലവ് നിയന്ത്രണത്തിൽ പറയുമ്പോൾ പാർലമെന്ററി ഗവൺമെന്റ് സംവിധാനത്തിൽ പൊതു ചെലവിന്റെ നിയന്ത്രണം വഹിക്കുന്നത് ശരിക്കും നിയമസഭ, എക്സിക്യൂട്ടീവ്, ഓഡിറ്റ് എന്ന് 3 ഏജൻസികളാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ നിയമസഭയും എക്സിക്യൂട്ടീവും ഓഡിറ്റും ചേർന്നാണ് ശരിക്കും ഒരു നമ്മുടേതൊക്കെ പാർലമെന്ററി ഗവൺമെന്റ് സിസ്റ്റമാണ് അതിൽ പൊതു ചെലവ് നിയന്ത്രിക്കുന്നത്. നിയമസഭ എല്ലാ വർഷവും പൊതു ചെലവ് ചെയ്യലിന് ഒരു പരിധി ഏർപ്പെടുത്തുകയും ഓരോ സേവനത്തിനു വേണ്ടിയും ചെലവാക്കാവുന്ന തുക നീക്കിവെക്കുകയും ചെയ്യുന്നു. നിയമസഭ നീക്കിവെച്ച തുക പ്രത്യേകിച്ചു പറഞ്ഞിരിക്കുന്ന സേവനങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ചിരിക്കുന്ന പണമാണ്. ഈ സേവനങ്ങൾക്ക് നിയമസഭ അധികാരപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവിടുന്നതിന് ശരിക്കും എക്സിക്യൂട്ടീവിന് അധികാരമില്ല. നിയമസഭ പറയുന്ന ഒരു സംഖ്യയിൽ ആ എസ്റ്റിമേറ്റിൽ നിന്ന് ഒരു തുക കൂടുതൽ ചെലവാകാൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ല. ഇപ്പൊ നിയമസഭയും എക്സിക്യൂട്ടീവും നല്ല പരസ്പര ബന്ധത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. നിയമസഭ പാസ്സാക്കുന്നത് എക്സിക്യൂട്ടീവാണ് നടപ്പിലാക്കുന്നത്. പക്ഷെ നിയമസഭ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അതിനപ്പുറത്തേക്ക് ഒരു ഫിഗറോ മറ്റോ എക്സിക്യൂട്ടീവ് എക്സീഡ് ചെയ്യിക്കാറുമില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂട്ടീവിന്റെ ചെലവ് നിയന്ത്രണത്തെ സൗകര്യാർത്ഥം നമ്മൾ ധനകാര്യ വകുപ്പ് പ്രയോഗിക്കുന്ന നിയന്ത്രണമെന്നും ഭരണവകുപ്പ് പ്രയോഗിക്കുന്ന നിയന്ത്രണമെന്നും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ധനകാര്യ വകുപ്പിന്റെ നിയന്ത്രണമാണ്.
ഈ ധനകാര്യ വകുപ്പിന്റെ കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ചെലവ് നിയന്ത്രിക്കുന്നത്. ആ ചെലവ് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന്, അക്കൗണ്ടന്റ് ജനറലില് ഒരു വാർണിംഗ് സ്ലിപ്പ് നൽകാറുണ്ട് DDOമാർക്ക്, വാർണിംഗ് സ്ലിപ്പ്. അപ്പോൾ അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന വാർണിംഗ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുക എന്നതാണ് ഈ കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചറിൽ ധനകാര്യ വകുപ്പിന്റെ ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് പിന്നെ അപ്രോപ്രിയേഷൻ കൺട്രോളാണ്. അതായത് നമ്മൾ നീക്കി വച്ചിരിക്കുന്ന സംഖ്യ, നിയമസഭ അലോട്ട് ചെയ്തിരിക്കുന്ന സംഖ്യ, ആ സംഖ്യയിലുള്ള നിയന്ത്രണം, അതാണ് അതിന് നീക്കിവയ്പ് നിയന്ത്രണം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ. മറ്റൊന്ന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. അപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന സംവിധാനത്തിലൂടെയും ധനകാര്യ വകുപ്പ് അല്ല അതിന്റെ കൺട്രോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോൾ വരും. അപ്പൊ മൂന്ന് തരമായി നമ്മൾ പറഞ്ഞു. AGയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് മൂന്ന് തരം. വളരെ സിമ്പിൾ ആണ്, അത് നമുക്ക് അറിയുന്നതാണ്. ഒന്ന് വാർണിംഗ് സ്ലിപ്പ്, AG ഇഷ്യൂഡ് ബൈ AG. രണ്ട് പിന്നെ അപ്രോപ്രിയേഷൻ കൺട്രോൾ അഥവാ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതിലുള്ള ഒരു നിയന്ത്രണം. മൂന്ന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇങ്ങനെ മൂന്ന് ഇതിലൂടെയാണ് നമ്മളുടെ ഈ പിന്നെ ഫിനാൻഷ്യൽ കൺട്രോള് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. അതായത് വാർണിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നത് അത് എന്താന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ കൺട്രോളിനുള്ള ഒരു ടൂൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻഷ്യൽ കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ വാർണിംഗ് സ്ലിപ്പിനെ പറയാം. അപ്പോൾ ഓഡിറ്റ് AG ഓഫീസിലെ ഓഡിറ്റ് വിഭാഗം സർക്കാർ ഓഫീസുകളിലെ വൗച്ചറുകളും അക്കൗണ്ടുകളും പരിശോധിക്കുമ്പോൾ, അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത്, അതായത് AGയുടെ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് സർക്കാർ ഉത്തരവുകൾക്കോ KFC ബഡ്ജറ്റ് നിബന്ധനകൾക്കോ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെലവുകൾ കണ്ടെത്തിയാൽ അത് വാർണിംഗ് സ്ലിപ്പിലൂടെ ബന്ധപ്പെട്ട DDOമാരുടെ ശ്രദ്ധയിൽ AG പെടുത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ, പിന്നെ ഓർഡർ അല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം AGയുടെ ഓഡിറ്റ് വിഭാഗം DDOമാരെ DDOമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വാർണിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതിൽ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്താലോ അല്ല അനുവദനീയമല്ലാത്ത ഇനങ്ങൾക്ക് പണം ചിലവഴിച്ചാലോ അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിൽ നടപടിക്രമങ്ങൾ തെറ്റിച്ചാലോ AG സാധാരണഗതിയിൽ വാർണിംഗ് സ്ലിപ്പ് നൽകും. അപ്പോൾ അങ്ങനെ വാർണിംഗ് സ്ലിപ്പ് ആർക്ക് നൽകും? AGയുടെ ഓഡിറ്റ് വിഭാഗം നമ്മളുടെ പിന്നെ DDOമാർക്ക് നൽകും. അത് എന്തൊക്കെയാ? സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത ഇനങ്ങൾക്ക് പണം ചെലവഴിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിൽ പ്രൊസീജിയേഴ്സ് പാലിച്ചിട്ടില്ല എങ്കിലോ ഒക്കെ AG ഇത്തരത്തിൽ വാർണിംഗ് സ്ലിപ്പ് കൊടുക്കും. അപ്പോൾ AG വാർണിംഗ് സ്ലിപ്പ് കൊടുത്താൽ DDOമാർ അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതും നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യമായ മറുപടി നൽകുകയും വേണം. തൃപ്തികരമായ മറുപടി AGക്ക് നൽകേണ്ടതാണ്. ഇനി മറുപടി വാർണിംഗ് സ്ലിപ്പിന്റെ മേലെ DDOമാർ മറുപടി നൽകിയില്ല, അല്ലെങ്കിൽ വീഴ്ച വരുത്തുകയോ ഉന്നയിക്കപ്പെട്ട അപാകത പരിഹരിക്കാതിരിക്കുകയോ ചെയ്താൽ ഈ വിഷയം AGക്ക് ധനകാര്യ വകുപ്പിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൽ ഒന്നുകിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഈ നഷ്ടം ക്രമീകരിക്കാനോ അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾക്ക് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവും. അപ്പൊ എന്തിനാണ് നമ്മളിപ്പോൾ പറഞ്ഞു വാർണിംഗ് സ്ലിപ്പ്, AGയുടെ ഓഡിറ്റ് വിഭാഗമാണ് ഈ വാർണിംഗ് സ്ലിപ്പ് നൽകുന്നത്. അപ്പൊ എന്താണ് ഈ വാർണിംഗ് സ്ലിപ്പിന്റെ പിന്നെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ഒരു സാമ്പത്തിക അച്ചടക്കം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം.
അതായത് സർക്കാർ പണം ധൂർത്തടിക്കുന്നില്ലെന്നും നിയമപരമായ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നുവെന്നും ഉറപ്പാക്കുക. മറ്റൊന്ന് ഉത്തരവാദിത്വമാണ്. ഓരോ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ശരിക്കും അത് അക്കൗണ്ടബിലിറ്റി എന്നാണ് പറയുക. ഓരോ പണമിടപാടിനും ബന്ധപ്പെട്ട ഓഫീസർ ഉത്തരവാദിയാണെന്ന് ഓർമ്മിപ്പിക്കുക. ഓരോ പണമിടപാടും ചിലപ്പോൾ ചെറിയ സാങ്കേതിക പിശകുകൾ മൂലമായിരിക്കും ഇത്തരം സ്ലിപ്പുകൾ വരുന്നത്. ഇത് ഡി ഡി ഒമാർക്ക് എങ്ങനെയാ അവരുടെ അക്കൗണ്ടിംഗ് രീതികൾ മെച്ചപ്പെടുത്താൻ അവസരം നൽകുന്നു. ഓരോ വാർണിംഗ് സ്ലിപ്പുകൾ പിന്നെ നമുക്ക് ഡി ഡി ഒമാർക്ക് ചെറിയ വീഴ്ചകൾ അവരവരെ തിരിച്ചറിയാൻ ഇ ഡി ഒമാരെ തിരിച്ചറിയാൻ ഡി ഡി ഒമാർക്കെ സഹായിക്കുന്ന ഒന്ന വാർണിംഗ് സ്ലിപ്പുകൾ. അപ്പോൾ അത് അങ്ങനെ ഒരു വാർണിംഗ് സ്ലിപ്പ് കിട്ടിയാൽ അടുത്ത തവണയാകുമ്പോഴേക്ക് ഡി ഡി ഒമാർ അവരുടെ അക്കൗണ്ടിംഗ് രീതികളൊക്കെ മെച്ചപ്പെടുത്താൻ അവസരം കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ, എ ജി നൽകുന്ന വാർണിംഗ് സ്ലിപ്പ് ഒരു മുന്നറിയിപ്പാണ്. ഒരു ചെറിയ ഭീഷണി പോലെയുള്ള സാധനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ അത് ഒരു ഫിനാൻഷ്യൽ കൺട്രോളിനുള്ള ടൂളാണ്. അപ്പോൾ ധനകാര്യ വകുപ്പ് പുറപ്പെടുവിക്കുന്ന കർശനമായ സാമ്പത്തിക ചട്ടങ്ങൾ സർക്കാർ ഓഫീസുകളിൽ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പരിശോധന ഉപാധിയാണ് ഈ വാർണിംഗ് സ്ലിപ്പ്. അപ്പോൾ ഒരു വാർണിംഗ് സ്ലിപ്പ് കിട്ടുക, ഡി ഡി ഒമാരെ സംബന്ധിച്ച് ഒരു വാർണിംഗ് സ്ലിപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ ഒന്നൊരു മുന്നറിയിപ്പാണ്, രണ്ട് പിന്നെ ഡി ഡി ഒമാർക്ക് ഒരു ചെറിയ കുറച്ചിലാണ് അല്ലെങ്കിൽ മോശമാണ്. ഉണ്ടല്ലോ, നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വാണിംഗ് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ ഒരു മാനസികമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കുകയും നമ്മളെ അക്കൗണ്ട്സ് ഒക്കെ കുറച്ചുകൂടി രീതികൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഞാൻ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏത് വാർണിംഗ് സ്ലിപ്പ്. ഇപ്പോൾ വാർണിംഗ് സ്ലിപ്പിനെയൊക്കെ കുറിച്ച് ഇതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇല്ല. വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ വളരെ കൃത്യമാകും. കുറച്ചുകൂടി നമ്മൾ ഡി ഡി ഒമാർ ശ്രദ്ധിക്കും. എ ജിയുടെ ഓഡിറ്റ് ടീമാണ് ഈ പിന്നെ വാർണിംഗ് സ്ലിപ്പ് കൊടുക്കുന്നത്. അതിന് കൃത്യമായ മറുപടിയും തൃപ്തികരമായ മറുപടിയും ഡി ഡി ഒമാർ കൊടുത്തിരിക്കണം. ആ പ്രശ്നങ്ങൾ ഡി ഡി ഒമാർ പരിഹരിക്കുകയും വേണം. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞത് അപ്രോപ്രിയേഷൻ കൺട്രോളാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മളിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു ഭരണപരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് നിയമസഭ അനുവദിച്ച തുക, അതാണല്ലോ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. നിയമസഭ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയല്ല, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനുവദിച്ച തുകയാണ് നമ്മൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലധികം ചെലവാക്കാൻ പാടില്ല. നിയമസഭ അനുവദിച്ച തുകയിൽ കൂടുതൽ ചെലവാക്കാൻ പാടില്ല. അത് നമ്മൾ ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 204 പ്രകാരം നിയമസഭ പാസ്സാക്കുന്നതാണ് ഈ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. അല്ല, ബില്ല് പാസ്സായി കഴിഞ്ഞാലാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, ആക്ട്, അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാതെ സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും 1 രൂപ പോലും പിൻവലിക്കാൻ പറ്റില്ല. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ആ ബില്ല് ആക്ട് ആവാതെ, നിയമമാവാതെ ഈ ഗവൺമെൻറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും 1 രൂപ പോലും നമുക്ക് പിൻവലിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് നിയമപരമായ ആ പരിധി ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ. അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന തുക, ഒരു പ്രത്യേക കാര്യത്തിന് നിയമസഭ അലോട്ട് ചെയ്തിരിക്കുന്ന അപ്രോപ്രിയേഷൻ, ആ അപ്രോപ്രിയേഷൻ ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പാടില്ല. അത് ഉറപ്പിക്കണം എപ്പോഴും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഇത് ഒരു 3 തട്ടിലുള്ള ഓഫീസർമാരിലൂടെയാണ് ഈ കൺട്രോൾ വരുന്നത്. ഒന്ന്, ഒരു ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ഉണ്ടാവും. അത് പ്രധാനമായിട്ടും നമ്മളെ വകുപ്പ് മേധാവികളായിരിക്കും, ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരിക്കും. സംസ്ഥാനത്ത് വകുപ്പ് മേധാവി എന്ന് പറയുന്ന ഒന്നേ ഉണ്ടാവുള്ളൂ മിക്കവാറും കേസുകളിൽ. അപ്പോൾ അദ്ദേഹമാണ് പ്രധാന ഉത്തരവാദിത്തമുള്ള ഒരാൾ. പിന്നെ സബോർഡിനേറ്റ് കൺട്രോളിംഗ് ഓഫീസർമാരുണ്ട്, പിന്നെ ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരുണ്ട്.
അവരാണ് നേരിട്ട് പണം പിൻവലിക്കുന്നവർ. ഇവർ മൂന്ന് പേരും എന്ത് ചെയ്യണം? അവരവരുടെ നിയന്ത്രണത്തിലുള്ള ഓരോ ചെലവും ഈ അനുവദിക്കപ്പെട്ട ബജറ്റ് വിഹിതത്തിനുള്ളിൽ, അതായത് അത് ഡീറ്റെയിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്, ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയും. അപ്പോൾ കൺട്രോളിംഗ് ഓഫീസറും അല്ലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും സബോർഡിനേറ്റ് കൺട്രോളിംഗ് ഓഫീസറും ഡിസ്ബേഴ്സിംഗ് ഓഫീസറും ഈ അവരുടെ നിയന്ത്രണത്തിലുള്ള ഓരോ ചെലവും അനുവദിക്കപ്പെട്ട ബജറ്റ് വിഹിതത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിയന്ത്രണത്തിനായുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് പലതുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ പറയാം. റീ അപ്രോപ്രിയേഷൻ ഉണ്ട്. റീഅപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് അനുവദിച്ച തുകയിൽ മിച്ചമുണ്ടെങ്കിൽ അതൊരു മറ്റൊരു ആവശ്യത്തിലേക്ക്, അതേ ഗ്രാൻഡിനുള്ളിൽ തന്നെ ആയിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ മറ്റൊരു ആവശ്യത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ റീഅപ്രോപ്രിയേഷൻ. അപ്പോൾ ഇതിന് നിശ്ചിത അധികാരികളുടെ അനുമതി ആവശ്യമുണ്ട്. പിന്നെ ഒന്ന് സപ്ലിമെന്ററി ഗ്രാൻഡാണ്. സപ്ലിമെന്ററി ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബജറ്റിൽ വകയിരുത്തിയ തുക പോരാ എന്ന് കണ്ടാൽ നിയമസഭയുടെ അനുമതിയോടെ അനുവദിക്കുന്ന ഒരു തുകയാണ്, അധിക തുക അനുവദിക്കുന്ന സംവിധാനമാണ് സപ്ലിമെന്ററി ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഇനി വർഷാവസാനം ചെലവാക്കാൻ കഴിയാത്ത തുകയുണ്ടെങ്കിൽ അത് ധനകാര്യ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് മടക്കി നൽകുകയും വേണം. നമ്മൾ സറണ്ടർ ചെയ്യാന്നാ പറയാം. അപ്പോൾ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്നാൽ അനുവദിച്ച തുകയ്ക്ക് മുകളിൽ ചെലവാക്കാതിരിക്കാനും പണം ഉദ്ദേശിച്ച ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കാനുമുള്ള ഒരു ജാഗ്രത സംവിധാനമാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ. അപ്രോപ്രിയേഷൻ കൺട്രോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഫിനാൻഷ്യൽ കൺട്രോളിന് വേണ്ടി, സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ രീതിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ ഇത് ധനകാര്യ വകുപ്പിൻ്റെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധനകാര്യ വകുപ്പിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോൾ ഏത് രീതികളാണ്. അതിൽ ആദ്യത്തേത് പറഞ്ഞത് നമ്മൾ ഏതായിരുന്നു? AGയുടെ വാർണിംഗ് സ്ലിപ്പാണ്. രണ്ടാമത്തത് അപ്രോപ്രിയേഷൻ കൺട്രോളാണ്. ഇനി മൂന്നാമത്തതിൽ വരുന്ന ഒന്നാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ധനകാര്യ വകുപ്പ് സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും ശരിക്കും ധനപരമായ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പൊതുമരാമത്ത് പ്രവർത്തികളും വലിയ വികസന പ്രവർത്തികളുടെ പദ്ധതികളുടെ പേയ്മെൻ്റ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സംവിധാനം എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ അനുവദിച്ച ബജറ്റ് വിഹിതത്തിനനുസരിച്ച് ഒരു നിശ്ചിത തുക ചെലവഴിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിന് ട്രഷറി നൽകുന്ന സാമ്പത്തിക അനുമതിയാണിത്. ഇത് ഒരു പരിധിവരെ ക്രെഡിറ്റ് ലിമിറ്റ് പോലെ പ്രവർത്തിക്കുന്നു. ഇതിലൂടെ ശരിക്കു പറഞ്ഞാൽ അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് തടയാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഒരു സത്യം. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സംവിധാനം നമുക്ക് നടപ്പിലാക്കാം. ഈ മറ്റൊന്ന് പറയാനുള്ളത്, ഏതൊരു വകുപ്പിനും അവരുടെ ബജറ്റിൽ വകയിരുത്തിയ തുകയ്ക്ക് അനുസൃതമായി മാത്രമേ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനുവദിക്കുകയുള്ളൂ. ഇത് വകുപ്പുകൾ ബജറ്റ് പരിധിക്ക് ഉള്ളിൽ നിന്ന് ചെലവഴിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണം ഒറ്റയടിക്ക് നൽകുന്നതിന് പകരം ജോലിയുടെ പുരോഗതിക്കും ഘട്ടങ്ങൾക്കും അനുസരിച്ച് LOC ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പരിധി പുതുക്കി നൽകുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പണം അനാവശ്യമായിട്ട് കുറേശ്ശെ പണം കൊടുക്കുമ്പോൾ പണം അനാവശ്യമായിട്ട് കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇത് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത് ശരിക്കും ട്രഷറി മുഖേനയാണ്. അതുകൊണ്ട് ഓരോ രൂപയും എവിടേക്കാണ് പോകുന്നത് എന്ന് ധനകാര്യ വകുപ്പിന് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും.
അപ്പോൾ ഇതിൻ്റെ മുൻകൂർ അനുമതിയുണ്ട്. ഒരു വലിയ വലിയ തുക ചെലവാക്കുന്നതിന് മുമ്പ് അതിനുള്ള സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ട്രഷറി ഈ സിസ്റ്റം വഴി ഉറപ്പുവരുത്തും. അപ്പോൾ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സംവിധാനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, വകുപ്പുകൾക്ക് തോന്നിയ പോലെ പണം ചെലവാക്കാൻ കഴിയില്ല. മറ്റൊന്ന്, അനുവദിച്ച തുകയിൽ കവിഞ്ഞുള്ള ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാം. മറ്റൊന്ന്, പിന്നെ ഇത് ട്രഷറി നിയന്ത്രിതമായ പണമിടപാടാകുന്നതുകൊണ്ട് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനധികൃതമായ ബില്ലുകൾ മാറുന്നതിന് തടയാൻ ഇത് സഹായിക്കുന്നു. ഇപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞാൽ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നതിലൊരു ഗേറ്റ് കീപ്പറായിട്ട് പ്രവർത്തിക്കുന്നതാണ് ശരിക്കും ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അനുവദിച്ച ബജറ്റ് വീതം, പ്രവൃത്തിയുടെ പുരോഗതി, ലഭ്യമായ പണലഭ്യത എന്നിവയെ അടിസ്ഥാനമാക്കി മാത്രം പണം വിതരണം ചെയ്യുന്നത് വഴി സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാതെ നോക്കാൻ ധനകാര്യ വകുപ്പിനെ സഹായിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ 3 തരത്തിലുള്ള പിന്നെ നിയന്ത്രണങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തേത് വാർണിംഗ് സ്ലിപ്പായിരുന്നു, രണ്ടാമത്തത് അപ്രോപ്രിയേഷൻ കൺട്രോൾ ആയിരുന്നു, മൂന്നാമത്തത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഇനി നമ്മൾ പറയേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനാൻസ് കൺട്രോളാണ്. അതിൽ നമ്മൾ പറയുമ്പോൾ ചെലവിന്മേലുള്ള നിയന്ത്രണം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം കൂടുതലായും ഭരണവകുപ്പുകളുടേതാണ്. എല്ലാ ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാർക്കും മുകളിലുള്ള നിയന്ത്രണ അധികാരിക്ക് മുൻമാസം വരെയും മുൻമാസത്തും വരുത്തിയ കൃത്യമായ ചെലവും ബാധ്യതകളും സംഭവിച്ച് അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രതിമാസ റിപ്പോർട്ട് നൽകേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിമാസ റിപ്പോർട്ട് എല്ലാ ഡിസ്ബേഴ്സിംഗ് ഓഫീസറും കേരള ബഡ്ജറ്റ് മാനുവൽ KBM 12 ഫോമിൽ നൽകേണ്ടതാണ്. ഈ KBM 12 ഫോം എന്ന് പറയുന്നത് ചെലവ് ബാധ്യത രജിസ്റ്റർ ആണ്. KBM 12 ഫോമാറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഓരോ ഡിസ്ബേഴ്സിംഗ് ഓഫീസറും 13ാമത്തെ ഫോമിൽ കേരള ബഡ്ജറ്റ് മാനുവൽ ഫോം 13, അതായത് KBM 13 നമ്മൾ പറയാം, കേരള ബഡ്ജറ്റ് മാനുവൽ ഫോം 13 ഒരു പ്രത്യേക ബാധ്യത രജിസ്റ്റർ വേണം. അപ്പോൾ ബാധ്യത രജിസ്റ്റർ, ലയബിലിറ്റി രജിസ്റ്റർ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോം 13 ആണ്. എന്നാൽ ബാധ്യത മാത്രമല്ല, പിന്നെ ചെലവ് ബാധ്യത രജിസ്റ്റർ എന്ന് പറയുന്നതാണ് ഫോം 12 ആയിട്ട് നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി ചീഫ് കൺട്രോളിംഗ് ഓഫീസർമാർ, നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിനെ പറ്റിയാണ്. സാമ്പത്തിക അച്ചടക്കം ഭരണവകുപ്പുകളുടെ നിയന്ത്രണത്തിൽ എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ ചീഫ് കൺട്രോളിംഗ് ഓഫീസർമാർ മൊത്തം ചെലവ് നിയമസഭ അനുവദിച്ച പരിധിക്കുള്ളിൽ നിർത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മാത്രമല്ല ചെയ്യേണ്ടത്, അനുവദിച്ച തുക പൊതു താല്പര്യമുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയും പണം അനുവദിച്ച സവിശേഷ ലക്ഷ്യത്തിന് വേണ്ടിയും ആയിരുന്നോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൻ്റെ ഒരു ലക്ഷ്യം. അത് പിന്നെ ആ ചെലവ് പരിധിക്കുള്ളിൽ നിർത്തിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ഏത് പർപ്പസിനാണോ ഇത് അനുവദിച്ചത് അത് പൊതു താല്പര്യമുള്ളതായിരിക്കണം. മാത്രമല്ല ആ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്കാണ്. അപ്പോൾ അവരാണ് ഈ തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് നടത്തുന്നത്. ഇനി നമുക്ക് പറയേണ്ട ഒന്നാണ് ഈ റീകൺസിലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ റീകൺസിലേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എല്ലായിടത്തും ഉള്ളതാണത്.
റീകൺസിലേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയണ്ടേ, ഒത്തുനോക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ചെലവ് വരവുമായിട്ട് പൊരുത്തപ്പെട്ടു പോയിരിക്കണം. ആ ഒത്തുനോക്കൽ പ്രക്രിയയാണ് ശരിക്കും റീകൺസിലേഷൻ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാല് ശരിക്കും ഒരു ഓഫീസിലോ വകുപ്പിലോ നടന്ന യഥാർത്ഥ ചെലവുകളും ട്രഷറി അല്ലെങ്കിൽ AG രേഖപ്പെടുത്തിയിട്ടുള്ള ചെലവുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് ഈ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദൈനംദിന ചെലവുകൾ അപ്പപ്പോൾ രജിസ്റ്ററുകൾ രേഖപ്പെടുത്തും. അതേസമയം ഈ ചെലവുകൾ ട്രഷറി വഴിയാണ് നടക്കുന്നത്. മാസാവസാനം ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളും ഓഫീസിലെ സ്വന്തം അക്കൗണ്ട് രജിസ്റ്ററിലെ കണക്കുകളും തമ്മിൽ താരതമ്യം ചെയ്ത് രണ്ടും തുല്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിനെയാണ് നമ്മൾ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളിലും റീകൺസിലേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ചില PD അക്കൗണ്ടുകൾ റീകൺസിലേഷൻ നടത്തണം. നമ്മൾ അടച്ച തുകയും നമ്മൾ അങ്ങോട്ട് അടച്ചതും ഇങ്ങോട്ട് വാങ്ങിയ തുകയും ട്രഷറിയുടെ കണക്കും തമ്മിൽ ഒത്തുപോകേണ്ടതാണ് എപ്പോഴും. അതാണ് റീകൺസിലേഷൻ. ഇതിപ്പോൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ, കണക്കുകളിൽ തെറ്റുകളുണ്ടെങ്കിൽ, പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരേ ബില്ല് 2 തവണ രേഖപ്പെടുത്തിയത് ഒരു ഉദാഹരണമാണ്. അല്ലെ തുക തെറ്റായി രേഖപ്പെടുത്തി. ഇത്തരം കാര്യങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ റീകൺസിലേഷൻ നമ്മളെ സഹായിക്കും. മറ്റൊന്ന്, ട്രഷറിയിൽ നിന്നും വന്നിട്ടുള്ള എന്തെങ്കിലും അനധികൃതമായിട്ടുള്ളോ അല്ലാത്തതോ ആയിട്ടുള്ള ചെലവുകൾ ഇത് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല, ഒരു പ്രത്യേക ബജറ്റ് ഹെഡിൽ അനുവദിച്ചുള്ള തുകയേക്കാൾ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ റീകൺസിലേഷൻ സഹായിക്കും. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ AGയുടെ ഓഡിറ്റ് സമയത്ത് കണക്കുകൾ കൃത്യമാണെന്ന് തെളിയിക്കാൻ ഈ റീകൺസിലേഷൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. റീകൺസിലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, റീകൺസിലേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീകൺസൈൽഡ് വിത്ത് ഇന്ന അക്കൗണ്ട് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിടും. സർട്ടിഫൈഡ് ദാറ്റ് റീകൺസിലേഷൻ ഫോർ ദ പീരീഡ് ഫ്രം ടു ഹാസ് ബീൻ മെയ്ഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിടാറുണ്ട്. അതാണ് ഈ സർട്ടിഫിക്കറ്റ്. അത് കാണുമ്പോൾ ഈ ഓഡിറ്റ് പാർട്ടിക്ക് അത് കുറച്ചുകൂടി സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് പിന്നെ നമ്മളുടെ ശരിക്കും ഓഫീസിലെ രേഖപ്പെടുത്തിയ തുകയും ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റിലെ തുകയും പരിശോധിച്ച് ഒത്തുനോക്കും. പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടി റീകൺസിലേഷൻ സഹായിക്കും. ഇനി അക്കൗണ്ടുകളിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാലോ അത് പരിശോധിച്ച് തിരുത്തും. മറ്റൊന്ന്, എല്ലാ മാസവും ഈ പരിശോധന നടത്തിയിട്ട് കണക്കുകൾ ശരിയാണെന്ന് കാണിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇത്രയുമാണ് റീകൺസിലേഷനിലുള്ളത്. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതെല്ലാം വരവും ചെലവും എല്ലാം നമ്മൾ വാങ്ങിയതും അവിടെ നിന്ന് തന്നതും ഒക്കെ ആയിട്ടൊരു ഒത്തുനോക്കലാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, സർക്കാർ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്ന്, അക്കൗണ്ടുകൾ സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ റീകൺസിലേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഗസറ്റഡ് ഓഫീസർമാരുടെ ചില വ്യക്തിഗത പേഴ്സണൽ ക്ലെയിംസാണ്, അവകാശങ്ങൾ. അപ്പോൾ തങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലെയിംസുകളെ സംബന്ധിച്ച്, വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ക്ലെയിമുകളെ സംബന്ധിച്ച് ആളത്തോളം ആ ഗസറ്റഡ് ഓഫീസർമാർ ബന്ധപ്പെട്ട കൺട്രോളിംഗ് ഓഫീസർമാർക്ക് പാസാക്കിയെടുത്ത ബില്ലുകളെ സംബന്ധിച്ച പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതാണ്. ഇതിൽ ബജറ്റ്, ഇനംതിരിവ്, ബില്ലിന്റെ മൊത്തസംഖ്യ, വരുത്തിയ കിഴിവ്, ബില്ലിന്റെ കിഴിവുകൾ കഴിച്ചിട്ടുള്ള തുക, ക്ലെയിമിന്റെ സ്വഭാവം, ഇതൊക്കെ ഈ വിവരങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നൽകുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പിനും പൊതുജനാരോഗ്യ എഞ്ചിനീയറിങ്ങിനും വനം വകുപ്പിനും ചില പ്രത്യേക നടപടിക്രമങ്ങളുണ്ട്.
a special procedure for the guidance of the public works, public health engineering and forest department. അപ്പൊ ഇതില് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ ബൈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക്, അതായത് പൊതുജനാരോഗ്യ എഞ്ചിനീയറിങ്ങിന്, വനത്തിന്, പൊതുമരാമത്ത് എന്നീ വിഭാഗങ്ങളിൽ അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് എന്തുവരും, അവിടെ അവരുടെ, അതായത് പൊതുമരാമത്തിന്റെയും വനത്തിന്റെയും പൊതുജനാരോഗ്യ എഞ്ചിനീയറിംഗിന്റെയും രീതികൾ എന്ന് പറയുന്നത് ഈ മറ്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ രീതിയായിട്ട് ഒക്കില്ല. അപ്പോൾ അവിടെ ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടല്ല ക്യാഷ് വാങ്ങുക. പിന്നെ അവരുടെ ചെലവുകൾ അവരുടെ മേല് ചെക്കുകൾ പിൻവലിച്ചിട്ടാണ്. ഇത് പ്രത്യേക ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അപ്പൊ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഈ വകുപ്പുകൾ തങ്ങളുടെ സ്വന്തം അക്കൗണ്ടുകൾ സമാഹരിച്ചു വെക്കുകയും അവസാനം ഈ സമാഹരിച്ചു വെച്ച അക്കൗണ്ടുകൾ ഏജിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക രീതിയാണ്, സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് പിന്തുടരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതില് നമുക്കത് ചെറുതായിട്ടൊന്ന് പറയാം, സമയക്കുറവുണ്ട്. ഇപ്പോ ഈ വകുപ്പുകൾ, അതായത് പൊതുമരാമത്ത് പോലെയുള്ള വകുപ്പുകൾ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കുന്നതിന് പകരം ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഈ വകുപ്പുകൾ തങ്ങളുടെ ദൈനംദിന ചെലവുകളുടെയും വരവുകളുടെയും കണക്കുകൾ സ്വന്തം ഓഫീസുകളിൽ തയ്യാറാക്കി സൂക്ഷിക്കും. ഇതിനെ നമ്മൾ ഇനീഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയും. ഏതൊക്കെ? പൊതുമരാമത്ത്, പൊതുജനാരോഗ്യ എഞ്ചിനീയറിംഗ്, വനം, ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം പൊതുവായി സർക്കാർ ട്രഷറിയിൽ നിന്ന് പണം ചെലവാക്കുമ്പോൾ ഈ വകുപ്പുകൾ തങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്ററിൽ അത് കൃത്യമായി എൻട്രി ചെയ്യുകയും മാസാവസാനം ഈ കണക്കുകൾ ട്രഷറിയിലെ കണക്കുകളുമായി ഒത്തുനോക്കുകയും ചെയ്യുന്നു. അപ്പോൾ PWD, PHD തുടങ്ങിയ നിർമ്മാണ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കോഡുകളുണ്ട്. സാധാരണ സർക്കാർ വകുപ്പുകൾ പിന്തുടരുന്ന പൊതുവായ അക്കൗണ്ടിംഗ് രീതികൾക്ക് പുറമെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് പേയ്മെന്റുകൾ, മെറ്റീരിയൽസ് അക്കൗണ്ട്, കോൺട്രാക്ടർമാരുള്ള ഇടപാടുകൾ എന്നിവ ഈ കോഡ് പ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ഡിവിഷൻ ഓഫീസും പൊതുമരാമത്താവുമ്പോൾ തങ്ങളുടെ കീഴിലുള്ള പ്രവർത്തനങ്ങളുടെ ചെലവ് കണക്കുകൾ തയ്യാറാക്കി അത് അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഫീസിലേക്ക് അയക്കുന്നു. AG ഈ കണക്കുകൾ സർക്കാർ കണക്കുകളുമായി താരതമ്യം ചെയ്തിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പൊതുമരാമത്ത് പോലെയുള്ള വകുപ്പുകളിൽ നടക്കുന്നത്. അപ്പോ വനം വകുപ്പിന്റെ കാര്യത്തിലും ഈ രീതി പിന്തുടരുന്നുണ്ട്. അതായത് വനവിഭവങ്ങളുടെ വിൽപ്പന, വനസംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ഫണ്ട് വിനിയോഗം ഉള്ളതിനാൽ അവയുടെ അക്കൗണ്ടുകൾ മറ്റു വകുപ്പുകളിൽ നിന്ന് വേറിട്ട്, എന്നാൽ സർക്കാർ അക്കൗണ്ടിംഗ് തത്വങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവയും AGക്ക് സമർപ്പിക്കുന്ന അക്കൗണ്ടുകളിലൂടെ റീകൺസിലേഷൻ നടത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വകുപ്പുകളിൽ ചെലവ് ഒരു കൺട്രോൾ എന്ന് പറയുന്നത്, റീകൺസിലേഷൻ എന്ന് പറയുന്നത് കേവലം ട്രഷറി സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കലല്ല, മറിച്ച് ഡിവിഷൻ ഓഫീസ് തലത്തിൽ തയ്യാറാക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടുകൾ AGയുടെ അക്കൗണ്ടുകളുമായി പൊരുത്തപ്പെടുന്ന ഒരു പ്രക്രിയയാണിത്. ഇതിനായി ഈ വകുപ്പുകൾക്ക് മാത്രമായി പ്രത്യേകമായിട്ടുള്ള അക്കൗണ്ട് കോഡുകളും മാനുവലുകളും നിലവിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ട് എന്ന കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോസ് ഒക്കെ തന്നെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഇപ്പൊ 42ാമത്തെ ക്ലാസ് ആണ് ചെയ്തത്. ഈ 42 ക്ലാസ്സും പ്ലേലിസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ കാണുകയും കേൾക്കുകയും ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നത് കേൾക്കണമെങ്കിലും നിങ്ങൾക്ക് ഇതെടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ആരെങ്കിലും
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല ഈ ക്ലാസ്സുകളും ഞാൻ ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.